നോക്കാം വാർത്തകൾ വിശദമായി. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നീക്കം. സുധാകരന്റെ വരുമാന സ്രോതസ്സിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിന്റെ പരാതിയിലാണ് അന്വേഷണം. KPCC അധ്യക്ഷൻ കെ സുധാകരനെ വിടാതെ പിന്തുടർന്ന പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യം നേടി പുറത്തുവന്നതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണ നീക്കം. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുധാകരൻ തന്നെയാണ് അന്വേഷണ വിവരം വെളിപ്പെടുത്തിയത്. നിങ്ങൾ അറിയാണ്ടിരിക്കേണ്ട, എന്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വാർത്തയും കൊടുത്തേ. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന പോലീസാണ്. ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല. എന്റെ വൈഫിന്റെ അക്കൗണ്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. ഏത് അക്കൗണ്ട് പരിശോധിച്ചാലും എന്റെ സാമ്പത്തിക വരുമാനത്തെക്കുറിച്ചും സ്രോതസ്സിനെ കുറിച്ചും ഒക്കെ എന്ത് പരിശോധിക്കാനും ഞാൻ സഹകരിക്കാൻ തയ്യാർ. സുധാകരന്റെ ഭാര്യയുടെ ശമ്പള വിവരങ്ങൾ തേടി വിജിലൻസ് കണ്ണൂർ കാടാച്ചിറ ഹൈസ്കൂൾ പ്രിൻസിപ്പലിന് നോട്ടീസ് നൽകി. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലിനാണ് അന്വേഷണ ചുമതല. പണം സുധാകരന് വീക്ക്നെസ് ആണെന്ന ആരോപണവുമായി പ്രശാന്ത് ബാബു വീണ്ടും രംഗത്തു വന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വീക്ക്നെസ്സും ഞാൻ പറയുന്നില്ല, എന്നാൽ പ്രധാന വീക്ക്നെസ് ആണ് പണം. ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മുമ്പേ കൊടുത്തതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ വിജിലൻസിന് മുമ്പാകെ വീണ്ടും ആവർത്തിക്കാൻ, അതിന്റെ കാര്യങ്ങൾ മൊഴി കൊടുക്കാൻ ഞാൻ പോവുക. സുധാകരനെ വേട്ടയാടാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വാദവുമായി പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. KPCCയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയപരവും സംഘടനാപരവുമായ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. അദ്ദേഹം എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പിന്തുണയും അറിയിച്ചു. പൂർണ്ണമായും പിന്തുണ. AI ഗ്രൂപ്പുകളെ സമ്മർദ്ദതന്ത്രം മറികടക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. താരിഖ് അൻവറുമായും KC വേണുഗോപാലുമായും നേരത്തെ ചർച്ച നടത്തിയിരുന്നു. അല്പസമയത്തിനകം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കൂടുതൽ പിന്തുണ ഉറപ്പാക്കുക, വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുക, ഏത് രീതിയിൽ ആരെല്ലാമായും കൂടിക്കാഴ്ചകൾ നടത്തിയിരിക്കുന്നു VD സതീശനും ഒപ്പം കെ സുധാകരനും? അപർണ, കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ എല്ലാ പ്രധാന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ആദ്യം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി അവരെ ബോധിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയുമായി നേതാക്കൾ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും കേരളത്തിലെ നിർണായകമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും ഇതിനോടകം 3 നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ കെ സുധാകരന് കൃത്യമായ പിന്തുണ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് കെ സുധാകരനെ സംബന്ധിച്ച ഏറ്റവും ആശ്വാസകരമായ കാര്യം. സംസ്ഥാനത്ത് അദ്ദേഹത്തിനെതിരെ ഒരു കരുനീക്കം നടക്കുന്നതായുള്ള ആക്ഷേപം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള വിശ്വസ്തർ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പങ്കുവച്ചിരുന്നു. അത് വലിയ ചർച്ചയായി മാറുകയും വിവാദങ്ങൾക്ക് തന്നെ വാക്പോരുകൾക്ക് തന്നെ വഴിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ദേശീയ നേതൃത്വം കൃത്യമായി കെ സുധാകരന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു. രാഷ്ട്രീയമായും നിയമപരമായും കെ സുധാകരനെതിരായ LDF സർക്കാരിന്റെ നീക്കത്തെ നേരിടണമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് ദേശീയ നേതൃത്വം എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഗ്രൂപ്പ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് DCC ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ നേതൃത്വത്തിന്റെ, അതായത് ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ അതോ സംസ്ഥാന നേതൃത്വം മുമ്പോട്ട് വെക്കുന്ന പേരുകൾ തന്നെയായിരിക്കുമോ പരിഗണിക്കുക? ഈ വിഷയത്തിൽ എന്ത് നിർണായകമായ തീരുമാനമായിരിക്കും ഹൈക്കമാൻഡ് നേതൃത്വം കൈക്കൊള്ളുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. നിയമ നടപടികളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് താരിഖ് അൻവർ. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോലെയാണ് പെരുമാറുന്നതെന്നും താരിഖ് അൻവർ പറഞ്ഞു. ഇടത് സർക്കാർ കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും താരിഖ് അൻവർ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് CPMന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ വേട്ടയാടലുകൾ തുടരുന്നു എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. ഇത് എന്ത് കമ്മ്യൂണിസമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ലെന്നും ആരെയും വേട്ടയാടലിന് വിട്ടുകൊടുക്കില്ലെന്നും KC പറഞ്ഞു. VD സതീശൻ കെ സുധാകരനെ പിന്തുണയ്ക്കുന്നത് തനിക്കും ഇതേ ഗതി എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെളിവുകളെല്ലാം സുധാകരനെതിരാണ്. കേസ് കൊടുക്കുമെന്ന് ഓലപ്പാമ്പ് കാണിച്ചാൽ പേടിക്കില്ല. പുനർജനി വീട് നിർമ്മാണത്തിൽ ക്രമക്കേട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു.
വായി തോന്നിയത് വിളിച്ചു പറയുന്ന എം വി ഗോവിന്ദന് എന്തും പറയാമെന്ന് കെ സുധാകരന്റെ മറുപടി. 2 ദിവസത്തിനുള്ളിൽ എം വി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും സുധാകരൻ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും. ഹിമാചൽ പ്രദേശിൽ 6 പേർ മരിച്ചു. ദേശീയപാതകളിലടക്കം ഗതാഗതം സ്തംഭിച്ചു. മണ്ടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മൺസൂണിന്റെ ഭാഗമായി പതിയെ തുടങ്ങിയ മഴ വളരെ പെട്ടെന്നാണ് പേമാരിയായി പെയ്തിറങ്ങിയത്. ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായി. ഇതേ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കുതിച്ചുവന്ന മലവെള്ളപ്പാച്ചിലിൽ റോഡുകൾ ഒഴുകിപ്പോയി. മലയിൽ നിന്ന് മണ്ണും കല്ലും പതിച്ച് നിരവധി റോഡുകൾ തകർന്നു. വെള്ളത്തിന്റെ ശക്തിയിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ഹിമാചലിൽ മാത്രം 2 ദേശീയപാതകൾ തകർന്നു. 124 റോഡുകൾ താറുമാറായി. രക്ഷാപ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചു. റോഡിന്റെ 2 വശങ്ങളിൽ നിന്നും അപകട സ്ഥലങ്ങളിലേക്ക് എത്താനാകാത്ത സ്ഥിതിയുണ്ടായി. തണ്ട മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് വെള്ളം ഇരച്ചുകയറി. ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് മണ്ടി മണാലി ദേശീയപാതയിൽ 7 മൈൽ ദൂരത്തിലാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. हमारे 303 जो है जानवर हैं उनका नुकसान हुआ है और इसके साथ साथ जो शॉप्स हैं, काउशेड्स हैं, घर हैं, इनमें के भी डैमेज की सूचना है क्योंकि ये रिपोर्ट आने में थोड़ा समय लग रहा है. अभी तक लगभग पिछले 3 दिनों में 3 करोड़ के आसपास का लॉस का अनुमान है. ജമ്മു കശ്മീരിലും മഴ വ്യാപക നാശമാണ് വിതച്ചത്. റംബാൻ ജില്ലയിലും ഹർണിനല്ലയിലും മഴവെള്ളം കുത്തിയൊലിച്ചു വന്നു. കനത്ത മണ്ണിടിച്ചിലാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാൻ സെക്ടറിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് ഉധംപൂരിൽ ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങി. ശ്രീനഗറിൽ ഇടിയോടുകൂടിയ കനത്ത മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. ജമ്മു കശ്മീരിന്റെ പല മേഖലകളിലും ഇപ്പോഴും മഴ തുടരുകയാണ്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലും ഗുജറാത്തിലെ ആരവല്ലിയിലും അടക്കം കനത്ത മഴയാണ് 24 മണിക്കൂറിനിടെ പെയ്തത്. ഡൽഹിയിലും ഹരിയാനയിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. ഡൽഹിയിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴയെ തുടർന്ന് ഹരിയാനയിൽ കാർ ഒലിച്ചുപോയി. മഹാരാഷ്ട്രയിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. മുംബൈ നഗരത്തിൽ 24 മണിക്കൂറിനിടെ 31 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. നഗരത്തിന്റെ കിഴക്കൻ മേഖലകളിൽ 51 മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് പെയ്ത മഴയിൽ മുംബൈ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. സബ്വേകളിലടക്കം വാഹനങ്ങൾ കുടുങ്ങി. മൺസൂൺ കരുത്താർജിച്ചതോടെ വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിലും മുംബൈയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഒരാഴ്ചയിലേറെയായി കനത്ത മഴ പെയ്ത അസമിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ബാർപേട്ടയിൽ വെള്ളക്കെട്ട് തുടരുകയാണെങ്കിലും ശക്തമായ മഴ ശമിച്ചത് സ്ഥിതി മെച്ചപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തും മഴ കനക്കും. ഇടുക്കിയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ അറിയിപ്പില്ല. ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച MSF പ്രവർത്തകരെ വിലങ്ങ് വെച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ന്യായമായ കാര്യത്തിന് സമരം നടത്തിയ വിദ്യാർത്ഥികളെ കൈവിലങ്ങ് വെച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് UDF സംഘടനകളുടെ തീരുമാനം. കൊയിലാണ്ടിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ഇന്നലെയാണ് MSF പ്രവർത്തകർ കരികൊടി കാണിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ചതാണ് വിവാദമായത്. പോലീസ് നടപടി നിയമവിരുദ്ധമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി സൗകര്യം കൂട്ടില്ല. ഇത്തവണ ഭീകരമായ സ്ഥിതിയാണ്. ആർക്കും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സൗകര്യമില്ല. അല്പം ബാച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഒരു നോബിൾ കോസിന് വേണ്ടി സമരം നടത്തിയ വിദ്യാർത്ഥികളെ കയ്യാമം വെച്ച് കൊണ്ടുപോവുക, ഇത് എവിടുത്തെ മര്യാദയാണ്? സമരം ചെയ്ത വിദ്യാർത്ഥികളെ കയ്യാമം വയ്ക്കാൻ AKI സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം വാങ്ങി പ്രവർത്തിക്കുന്ന പോലീസിനെ കഴിയുമെന്ന് VD സതീശൻ വിമർശിച്ചു. CPM-ന് വിടുപണി ചെയ്യുന്നതിനേക്കാൾ ഭേദം യൂണിഫോം അഴിച്ചുവെച്ച് പോകുന്നതാണ് നല്ലതെന്നും സതീശൻ പറഞ്ഞു. പോലീസ് പിണറായിയുടെ കൂലിപ്പട്ടാളമാകരുതെന്ന് MK മുനീർ വിമർശിച്ചു. ആ പോലീസുകാരൻ അദ്ദേഹം കുറിച്ചു വെച്ചോട്ടെ. അദ്ദേഹം പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെയോ കൂലിപ്പട്ടാളമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലീസിന്റെ പണി എടുക്കുന്നില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ആ പണി എങ്ങനെ എടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് അറിയുന്നൊരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് MSF നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് MSF തീരുമാനം.
ന്യൂസ് 18 കോഴിക്കോട്. വിചാരണയുടെ പേരിൽ പതിറ്റാണ്ടുകളോളം തടവിലിട്ട ശേഷം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും പിന്നീട് അവരെ ജയിൽ മോചിതരാക്കുകയും ചെയ്യുന്ന നിയമ സംവിധാനം മാറ്റുന്നതിൽ പുനർവിചിന്തനം വേണമെന്ന് മദനി. തന്നെ കുടുക്കിയതാണെന്നും മദനി പറഞ്ഞു. ബംഗളൂരിൽ നിന്ന് തിരിക്കവെയാണ് മദനി ഇക്കാര്യം പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പം തന്നെ എനിക്കറിയാമായിരുന്നു വളരെ പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം വളരെ ആസൂത്രിതമായി തന്നെ കുടുക്കിയതായതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ പതിറ്റാണ്ടുകളോളം മനുഷ്യരെ വിചാരണ തടവുകാരാക്കി വെച്ചിരിക്കുക. പിന്നെ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോൾ അത് രാജ്യത്തിൻ്റെ തന്നെ ഒരു നീതി ന്യായ സംവിധാനത്തിന് അപമാനകരമായൊരു കാര്യമാണ്. അതേക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ പുനർവിചിന്തനം നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേരും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. AI ക്യാമറ പദ്ധതി അഴിമതി ഇടപാടാണ്. ആത്മനിർഭർ ഭാരതിലൂടെ ലോകരാജ്യങ്ങളിലെ പ്രധാന സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുകയാണെന്നും നദ്ദ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ തുടക്കമായി തിരുവനന്തപുരം വിശാൽ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടുന്നതായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ തലസ്ഥാനത്തേക്കുള്ള വരവ്. ദൈവത്തിന്റെ സ്വന്തം നാട് അഴിമതിയുടെ നാടായി മാറിയെന്നും കേരളത്തിന്റെ ബൗദ്ധിക മുന്നേറ്റങ്ങളെ ഇടതു സർക്കാർ കായികമായി അടിച്ചമർത്തുന്നുവെന്നും JP നദ്ദ. Lot of bloodshed has taken place and the intellectual pursuits have been challenged by the physical assaults in this land, God's own country, which is very detrimental. ये बहुत ही दुखदाई है, ये बहुत ही चिंताजनक है. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 8.7% ഉയർന്നു. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാൾ ഉയർന്ന നിരക്കാണിത്. കേരളത്തിൽ സ്ത്രീപീഡനം തുടർക്കഥയാവുന്നുവെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ആരോപിച്ചു. സംരംഭകർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ. Kerala has not grown industrial to its potential because of union trouble. They've beaten up the superstore owner 2 months ago in Thiruvananthapuram. If this kind of LDF activity will go on, how industries and businesses will come in Kerala? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകൾ പ്രഹസനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നാട്ടിൽ അക്രമവും അരാജകത്വവും മാത്രം നടക്കുന്നുവെന്നും പ്രധാന പ്രതിപക്ഷം ഒന്നുമല്ലാതായി മാറിയെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നതുകൂടിയായിരുന്നു BJP ദേശീയ അധ്യക്ഷന്റെ കേരളത്തിലേക്കുള്ള വരവ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം തിരുവാർപ്പിൽ ബസ്സുടമയും CATയും തമ്മിലുള്ള തർക്കത്തിൽ ഇന്നും സമവായമുണ്ടായില്ല. നാളെയും ചർച്ച തുടരും. ജീവനക്കാർക്ക് ബസ്സുകളിൽ റൊട്ടേഷൻ വ്യവസ്ഥ നൽകാമെന്ന് ബസ്സുടമ ഉറപ്പു നൽകി. നേതൃത്വവുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കാൻ CATU സമയം ചോദിച്ചതോടെ നാളെയും ചർച്ച തുടരാൻ തീരുമാനിച്ചു. വരുമാനം കുറഞ്ഞ ഒരു ബസ്സിലെ ജീവനക്കാർക്ക് മാത്രം 175ഓളം രൂപയുടെ കുറവ് ശമ്പളത്തിൽ വരുന്നു. ഇത് അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു സമരത്തിൽ CITU നിലപാട്. ഇത് പരിഹരിക്കാൻ ജീവനക്കാരെ റൊട്ടേറ്റ് ചെയ്യാമെന്ന ഫോർമുലയാണ് ബസ്സുടമ മുന്നോട്ട് വെച്ചത്. വരുമാനം കുറഞ്ഞ സർവീസ് ആയതിനാലാണ് ഒരു ബസ്സിൽ ഉയർന്ന ശമ്പളം നൽകാത്തതെന്നും രാജ്മോഹൻ കൈമൾ യോഗത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫലത്തിൽ CITU ഇത് അംഗീകരിച്ചു. എന്നാൽ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച ശേഷം മാത്രമേ പ്രഖ്യാപനം നടത്താനാകൂ എന്ന് CITU നിലപാടെടുത്തതോടെയാണ് ചർച്ച നാളത്തേക്ക് മാറ്റിയത്. ചർച്ചയിൽ പുരോഗതിയുണ്ട്, ആശാവഹമായ പുരോഗതിയുണ്ട്. നമുക്ക് തുടർന്ന് നാളെ രാവിലെ ചർച്ച നടത്തി ഈ വിഷയം അവസാനിപ്പിക്കാം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് CITU നേതാക്കളും പ്രതികരിച്ചു. നാളെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് CITU നേതൃത്വം അറിയിച്ചു. ചർച്ചയും ഞങ്ങൾ തൃപ്തരാണ്. പിന്നെ ഞങ്ങൾക്ക് പൊതുവിലുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് ബസ്സുകൾക്ക് അല്പം വരുമാനം കൂടി ഉണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അവർക്ക് അവരുടെ നേതൃത്വമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഒരു സമയം കൊടുക്കണം. നാളെ 10:00 വീണ്ടും സംസാരിച്ച് തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2000-ലേറെ രൂപയുടെ ലാഭമുണ്ടാകുന്ന ബസ്സുകളിൽ ബാറ്റ നൽകാമെന്ന നിർദ്ദേശമാണ് തൊഴിൽ വകുപ്പ് മുന്നോട്ട് വെച്ചത്. ന്യൂസ് 18 കോട്ടയം. കാസർഗോഡ് യുവതിയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത യുവാവിനെ കുത്തിക്കൊന്നു. മധൂർ ആറന്തോട് സ്വദേശി സന്ദീപാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെർള കജമ്പടി സ്വദേശി പവൻരാജ് കസ്റ്റഡിയിലായി. കാസർഗോഡ് ഏരിക്കുളത്ത് ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിലായി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ജയപ്രകാശിനെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 19-നാണ് ചിറപ്പുറം സ്വദേശി ഷീജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഡൽഹിയിൽ പട്ടാപ്പകൽ റോഡിന്റെ മധ്യത്തിൽ തോക്കു ചൂണ്ടി മോഷണം. കാറിന് മുന്നിൽ ബൈക്ക് കുറുകെ നിർത്തി പുറത്തിറങ്ങിയ അക്രമികൾ കാറിന്റെ വാതിൽ തുറന്ന് യാത്രികന് നേരെ തോക്കു ചൂണ്ടിയ ശേഷം മോഷണം നടത്തുകയായിരുന്നു. 2 ലക്ഷത്തോളം രൂപയാണ് മോഷണം പോയത്. പ്രഗതി മൈതാൻ അണ്ടർപാസേജിലാണ് സംഭവം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി അടുത്ത മാസം 7-ന് വീണ്ടും പരിഗണിക്കും. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച സംഭവത്തിൽ കോടതി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയാണ് മാറ്റിയത്. കോടതിയുടെ കൈവശമുണ്ടായിരുന്ന മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധന നടത്തിയെന്ന കാര്യം ഫോറൻസിക് ഫലത്തിലൂടെ തെളിഞ്ഞതിനാൽ അക്കാര്യത്തിൽ നടപടി വേണം. സമഗ്രമായ അന്വേഷണവും നടത്തണമെന്നാണ് ഹർജിയിൽ ആവശ്യം. അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സുപ്രീംകോടതി സീനിയർ അഭിഭാഷകൻ ഗൌരവ് അഗർവാൾ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായി. ജസ്റ്റിസ് കെ ബാബുവാണ് ഹർജി പരിഗണിച്ചത്. വിജയ് ചിത്രം ലിയോയിലെ ഗാനത്തിനെതിരെ പരാതി. നാ റെഡി എന്ന ഗാനം മയക്കുമരുന്ന് കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് പരാതി. കൊരുക്കുപേട്ട സ്വദേശി സെൽവമാണ് പരാതി നൽകിയത്. മിനായിൽ ഹാജിമാർ എത്തിത്തുടങ്ങിയതോടെ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. 5 സമയങ്ങളിലെ പ്രാർത്ഥന ഹാജിമാർ മിനായിൽ വെച്ച് നിർവഹിക്കും. നാളെ രാവിലെ ഹാജിമാർ അറഫയിലേക്ക് പോകും. നാളെയാണ് അറഫ സംഗമം. പാറക്കെട്ടുകളോടുകൂടിയ മിനാത്താഴ്വാരം പ്രാർത്ഥനകളാൽ മുഖരിതം. ദൈവകൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബി മകൻ ഇസ്മായേലിനെ ബലിയറുക്കാൻ ശ്രമം നടത്തിയ ഇടമെന്നാണ് വിശ്വാസം. ചരിത്രം രചിക്കപ്പെട്ടയിടത്ത് ഹാജിമാർ പ്രാർത്ഥനയുമായി കഴിയുന്നതോടെയാണ് ഹജ്ജ് കർമ്മത്തിന് തുടക്കമായത്. ആരാധനയും പ്രാർത്ഥനകളുമായി ഇന്ന് മിനായിൽ കഴിയുന്ന ഹാജിമാർ 5 സമയങ്ങളിലെ നമസ്കാരങ്ങൾ നിർവഹിക്കും. നാളെ നടക്കുന്ന അറഫ സംഗമത്തിന്റെ മുന്നൊരുക്കം കൂടി നടത്തുകയാണ് മിനായിൽ ദുൽഹജ്ജ് 8-ാം തീയതിയായ ഇന്ന് ഹാജിമാർ. അറഫ സംഗമത്തിൽ നാളെ 20 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കും. പ്രവാചക ചര്യ അനുസരിച്ചാണ് ഹാജിമാരുടെ മിനായിലെ ഇന്നത്തെ താമസം. തീർത്ഥാടകർക്ക് താമസത്തിനായി വൻ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. സിറോ മലബാർ സഭ ഭൂമി ഇടപാട് കേസിൽ എറണാകുളം അങ്കമാലി അതിരൂപത പ്രൊക്യൂറേറ്റർ പോൾ മാടശ്ശേരി ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാക്കി. വ്യാജ ഡിഗ്രി കേസിലെ നിർണായക തെളിവുകൾ ശേഖരിച്ചു പോലീസ്. പ്രധാന തെളിവായ കലിംഗ സർവകലാശാലയുടെ പേരിലുള്ള ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഇന്നലെ ഉച്ചയോടെ നിഖിലിന്റെ കായംകുളത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അട്ടപ്പാടി കോളേജിൽ കെ വിദ്യ നൽകിയത് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തന്നെയെന്ന് സ്ഥിരീകരിച്ച് അഗളി പോലീസ്. വിദ്യ 2 വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി. വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും ഡൽഹി സന്ദർശനം വി ഡി സതീശന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമെന്ന് ഇ പി ജയരാജൻ. രമേശ് ചെന്നിത്തലയ്ക്ക് നേരെയും ഒളിയമ്പ്. എ.ഐ.സി.സിയിലും ഹൈക്കമാൻഡിലും നല്ല സ്വാധീനമുള്ള കേരളത്തിലെ നേതാക്കളാണ് പല വാർത്തകളും പുറത്തു കൊടുക്കുന്നതെന്ന് സതീശനും സുധാകരനും മനസ്സിലാകുന്നുണ്ടെന്നും ഇ പി. സേഫ് കേരള പദ്ധതിയുടെ ലാപ്ടോപ്പ് വാങ്ങിയതിലും അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. 358 ലാപ്ടോപ്പ് വാങ്ങി. ഇതിന് 3 ഇരട്ടിയിലധികം തുക ചെലവായെന്നും ചെന്നിത്തല. KPCC അധ്യക്ഷനെ അനാവശ്യമായ കേസുകളിൽ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. UDF-ഉം പാർട്ടിയും ഒറ്റക്കെട്ടായി സുധാകരനൊപ്പമുണ്ട്. കേസ് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ചെന്നിത്തല. ഒരു വശത്ത് പോലീസ് അതിക്രമവും മറുവശത്ത് പാർട്ടിയുടെ അതിക്രമവുമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വട്ടിപ്പലിശയ്ക്ക് പണം കടമെടുത്ത് വ്യവസായം ചെയ്യാമെന്ന് വെച്ചാൽ ആട്ടി ഓടിക്കുകയാണ്. വരവേൽപ്പ് സിനിമയെ അനുസ്മരിക്കുന്ന സംഭവമാണ് കോട്ടയത്തുണ്ടായതെന്നും സുരേന്ദ്രൻ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5425 രൂപ, പവന് 43,400, വെള്ളി ഗ്രാമിന് 76, കിലോയ്ക്ക് 76,000, പ്ലാറ്റിനം ഗ്രാമിന് 3,318 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. പൂർണ്ണമാകുന്നു വാർത്തയിൽ നിന്ന്. നമസ്കാരം.